തേജുവിന്റെ സ്കൂളിലത്തെ ഫസ്റ്റ് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അവനതേ ക്ലാസ്സിലാക്കിയിട്ട് നമ്മളിതേ പട്ടാമ്പിക്കാട്ടെ പോണത്. അവനെ ഇനി 12:30 വിടും. അപ്പതേ കൂട്ടിക്കൊണ്ടുവരാനേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ കുറച്ച് പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടിക്ക് നെയിം അടിക്കാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ലാഗായി പോണു. ലാസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ നെയിം തന്നെയായിട്ട് അടിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇവിടെ ഡീസൽ എന്നുള്ള ഒരു സ്റ്റിക്കറും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ഷോപ്പിൽ കയറിറങ്ങി ലാസ്റ്റ് ഇതേ ഇവിടുന്നായിട്ട് അടിച്ചത് നമ്മുടെ മോനേട്ടന്റെ കടയിൽ നിന്നായിട്ട് അടിച്ചേക്കണത്. പട്ടാമ്പി കൊപ്പം റോഡിനാണ് ഉള്ളത്. അങ്ങനെ അതും അടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ജിമ്മിൻ്റെ അടിയിലുള്ള ഒരു ബേക്കറിക്ക് കേട്ടോ. കാരണം ചിലവ് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് ജിമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രോട്ടീൻ തന്നെ വാങ്ങിയിട്ടാട്ടോ ഞാൻ പോണത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കൊല്ലും. ഞാൻ എന്താണെന്നറിയോ, 7-Up മുട്ട പപ്സൊക്കെ വാങ്ങിയിട്ടാട്ടോ ജിമ്മിൽ പോണത്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ. ഫാസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ അതോടെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് രംശേച്ചിക്ക് ടാറ്റിങ് കൊടുത്തിട്ട് നേരെ നമ്മൾ തേജുവിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം 12:30 ആവാറായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ടാ പോണത്. ഉച്ചത്തെ ഫുഡ് ഞാൻ അവനാക്കിയിട്ടില്ല. അവന് ഉച്ചവരെ ഉള്ളൂ, ഫുഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്തായാലും ലാലൂസ് കിച്ചണിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ തേജുവിന് സ്റ്റിക്കർ അടിച്ചത് കാണിച്ചു കൊടുത്തു കേട്ടോ. അവന് ഇഷ്ടമായത് ഏതാണെന്നറിയോ, ഡീസലിന് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ. എന്താ ഈ ചെക്ക ഇങ്ങനെയാണാവോ? ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച അഭിപ്രായമല്ല കുട്ടി പറഞ്ഞത്. കുട്ടിക്ക് അട്രാക്ഷൻ തോന്നിയത് ഡീസലിന് എഴുതിയിട്ടുള്ള കളറിനോട് അത്ര റെഡ് കളറിലാലോ എഴുതിയേക്കണത്. അങ്ങനെ നമ്മളിതേ പട്ടാമ്പി ലാലൂസ് കിച്ചണിൽ എത്തിയിട്ട് നല്ലൊരു ഊണ് കഴിക്കാൻ തന്നെ ഇരുന്നു കേട്ടോ. ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും അച്ചാറും പിന്നെ ചമ്മന്തിയും പായസവും മീൻകറിയും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ പപ്പടം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഞാൻ അയിലയും വിൻഷേട്ടൻ മത്തിയാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും തേജുവിനും അയിലയാട്ട ഇഷ്ടം കൂടുതൽ ഇവിടുത്തെ. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ സിൻഡിക്കേറ്റ് മാളിലേക്കാട്ട പോകുന്നത്. വേറെ ഒന്നല്ല, ഇനി നമ്മുടെ കറക്കങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറയിട്ടോ. സ്കൂളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പടം കാണാച്ചിട്ട് പോകുന്നതാട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പടത്തിന് ഇനി 1 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞങ്ങൾ തേജുവിന് ഇവിടെ എന്തോ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സംഭവം കൊണ്ട് ഇങ്ങനെ എടുക്കണം. അത് എടുക്കുക വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. പക്ഷേ 3 എണ്ണം നമ്മൾ എടുത്തു കേട്ടോ. 1 എണ്ണം ഇൻഷാട്ടിന് കൊടുത്തു, 2 എണ്ണം നമ്മുടെ തേജു എടുത്തു കേട്ടോ. ഒരു യെല്ലോ കളർ ബൊമ്മയും അതുപോലെ തന്നെ ആനക്കുട്ടിയില്ലേ, അതിന് നമ്മുടെ തേജു എടുത്തിട്ടുണ്ട്. വിൻഷേട്ടൻ ആ ചെറിയ കീച്ചയ മോഡൽ റൈറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പടം തുടങ്ങാറായപ്പോൾ നമ്മൾ പടം കാണാൻ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ ബ്ലാസ്റ്റ് മൂവിയായിട്ട് കണ്ടെടുക്കുന്നത്. അടിപൊളി പടം കേട്ടോ. നമ്മൾ നല്ല റിവ്യൂ നോക്കിയിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാട്ടാളിന് കയറണോ ബ്ലാസ്റ്റിന് കയറണോന്ന്. പക്ഷേ കുറച്ചും കൂടി നല്ല റിവ്യൂ കിട്ടിയത് നമുക്ക് ബ്ലാസ്റ്റിനായിരുന്നു. എൻ്റെ ഈ ഒരു വില്ലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ വാങ്ങാനാട്ടോ കയറിയേക്കണത്. സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മുൻകൂട്ടി എല്ലാം വെക്കണം. ഇനി 2 മാസത്തെ പോലെ ആയിരിക്കില്ല കേട്ടോ ലൈഫ്. നമുക്ക് വിചാരിക്കുമ്പോൾ പുറത്തേക്ക് പോകാനും സിനിമയ്ക്ക് പോകാനൊന്നും പറ്റിയില്ല. തേജുവിന് ക്ലാസ് ഒക്കെ തുടങ്ങിയ കാരണം ഭയങ്കര ലിമിറ്റ് ആയിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലും നമ്മുടെ വീട്ടിലത്തെ വീഡിയോസ് തന്നെ ആവട്ടോ. അങ്ങനെ ഇതൊരു നീണ്ട ബില്ലും വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് പോരണത്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നി. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളേ. ബൈ.